ഹായ് ഓൾ. ഇംഗ്ലണ്ടിലെ ഹെറിഫോർഡിന് ഹൃദയഭാഗത്ത് ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി നിലകൊള്ളുന്ന അതിമനോഹരമായ ഒരു ദേവാലയമുണ്ട്. അതാണ് ഹെറിഫോർഡ് കത്തീഡ്രൽ. ശതാബ്ദങ്ങൾ പഴക്കമുള്ള ശില്പകലയും രഹസ്യങ്ങളും അമൂല്യമായ പൈതൃകങ്ങളും ഒത്തുചേർന്ന ഈ മഹത്തായ സ്മാരകം ഇന്ന് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നു. ഈ വീഡിയോയിൽ നാം ഹെറിഫോർഡ് കത്തീഡ്രലിന്റെ അത്ഭുതകരമായ ചരിത്രത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. 7-ാം നൂറ്റാണ്ടിലാണ് കത്തീഡ്രലിന്റെ തുടക്കം. AD 676 ഇവിടെ ആദ്യമായി ഒരു ക്രിസ്തീയ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന കത്തീഡ്രൽ നിർമ്മാണം പ്രധാനമായും 11-ാം നൂറ്റാണ്ടിൽ നോർമൻ കാലഘട്ടത്തിൽ ആരംഭിച്ചു. പ്രശസ്തമായ നോർമൻ ശൈലിയിലുള്ള ശില്പകലയും പിന്നീട് ചേർത്ത ഗോത്തിക് ശൈലിയിലുള്ള രൂപകൽപ്പനയും ഈ ദേവാലയത്തെ സവിശേഷമുള്ളതാക്കി തീർക്കുന്നു. ഈ കത്തീഡ്രലിന്റെ ഏറ്റവും പ്രശസ്തമായ സമ്പത്തിൽ ഒന്ന് ലോകപ്രശസ്തമായ മപ്പാമുണ്ടിയാണ്. മപ്പാമുണ്ടി എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മധ്യകാല ലോക ഭൂപടമാണ്. ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളിൽ ഒന്ന്. ഈ ഭൂപടത്തിൽ ഭൂമി വൃത്താകൃതിയിലല്ല, മറിച്ച് ആത്മീയമായൊരു ദൃശ്യമാണതിന്. അതിന് മുകളിൽ സ്വർഗം ചിത്രീകരിച്ചിരിക്കുന്നു. കേന്ദ്രഭാഗത്ത് ജെറുസലേം, അതിനു ചുറ്റും യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിങ്ങനെ വരച്ചു ചേർത്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് ഇല്ല എന്ന് തന്നെ അവർ വിശ്വസിച്ചിരുന്നിരിക്കണം. അതേസമയം ഈ ഭൂപടം ഭൂമിശാസ്ത്രം മാത്രമല്ല പറഞ്ഞു തരുന്നത്. ബൈബിൾ കഥകൾ, പുരാണ ജീവികൾ, ചരിത്ര സംഭവങ്ങളെല്ലാം ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഭൂപടത്തിനുപരി ഒരു കാലഘട്ടത്തിലെ ചിന്താഗതിയുടെ കണ്ണാടി കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലത്തെ മറികടന്ന് ഇന്നും ഈ ഭൂപടം നമ്മോട് ചോദിക്കുന്നത് ലോകത്തെ നിങ്ങൾ ഇന്ന് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതായിരിക്കണം. ഹെറിഫോർഡ് കത്തീഡ്രലിൽ സൂക്ഷിക്കപ്പെടുന്ന ഈ അത്ഭുത ചിത്രം ചരിത്രപ്രേമികൾക്കും യാത്രാപ്രേമികൾക്കും ഒരു അത്യപൂർവ അനുഭവം തന്നെയായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ചെയിൻഡ് ലൈബ്രറി. ശൃംഖലപ്പെടുത്തിയ പുസ്തകശാലകളിൽ ഒന്നാണത്. പഴയ കാലത്ത് പുസ്തകങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു അത്രേ. അന്ന് ഈ പുസ്തകങ്ങൾ കൈമോശം വരാതിരിക്കാനായി ആ ഭരണാധികാരികൾ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു അവയെ അതിശക്തമായ ചങ്ങലകൾ കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. പുസ്തകങ്ങളും അറിവും വാക്കുകളും തരുന്ന ശക്തി എത്രയോ വലുതാണ് എന്ന് അന്നേ അവർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഈ വലിയ ചെയിൻഡ് ലൈബ്രറി ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊന്നാണ് ഈ കത്തീഡ്രലിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് കൊറോണ അഥവാ കിരീട ഭാഗമാണ്. കൊറോണ എന്ന വാക്കിന് നമ്മെ പേടിപ്പെടുത്തുന്ന ആ വലിയൊരു സൂക്ഷ്മ ജീവി എന്ന് മാത്രമല്ല അർത്ഥം. കിരീടം എന്നൊരർത്ഥം ഇതിനുണ്ട്. കത്തീഡ്രലിന്റെ കിഴക്കൻ അറ്റത്താണ് വൃത്താകൃതിയിലുള്ള ഈ ഭാഗം കാണാൻ സാധിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ കിരീടം പോലെ ഉയർന്നു നിൽക്കുന്ന രൂപമുണ്ട്. അതുകൊണ്ടാണ് ഇത് കിരീടം എന്നർത്ഥം വരുന്ന കൊറോണ എന്നറിയപ്പെടുന്നത്. ഇതും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 13-ാം നൂറ്റാണ്ടിലെ ഗോത്തിക് ശൈലിയിൽ തന്നെയാണ്. വളഞ്ഞു തിരിഞ്ഞ വളവുകളും ഉയർന്ന ജനാലകളും പ്രകാശം നിറയുന്ന അന്തരീക്ഷവും എല്ലാം കൂടി ആത്മീയമായ ഒരു അനുഭവത്തിന് പുറമെ മറ്റൊരു ലോകത്തിന്റെ പ്രതീക്ഷയും പ്രതീകാത്മതയുമാണ് നമ്മളിലേക്ക് തരുന്നത്. പ്രാർത്ഥിക്കുന്നതിനൊപ്പം വിശുദ്ധരുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നതിനായും തീർത്ഥാടകർക്ക് വിശ്രമിക്കാനായും ഈ ഭാഗം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് കൊറോണ എന്നത് ഒരു നിർമ്മിതി മാത്രമല്ല, വിശ്വാസത്തിന്റെയും ആരാധനയുടെയും മറ്റുള്ളവർക്ക് നാം നൽകുന്ന പ്രതീക്ഷകളുടെയും സ്നേഹത്തിന്റെയും ഒരു പ്രതീകം കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്നും ഹെറിഫോർഡ് കത്തീഡ്രൽ ഈ കിരീട ഭാഗം സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്നു. ചരിത്രവും ആത്മീയതയും ഒന്നു ചേർന്ന അതുല്യമായ ഒരു സൃഷ്ടി തന്നെയാണ് കൊറോണ എന്ന് നമുക്ക് പറയേണ്ടി വരും. കത്തീഡ്രലിന്റെ ഉള്ളിലേക്ക് കൂടുതൽ കടന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിരവധി പുരാതന ശവകുടീരങ്ങളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പങ്ങളാൽ അലങ്കരിച്ച കല്ലറകൾ. ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് ഇംഗ്ലീഷ് രാജാവായ എഡ്വേർഡ് രണ്ടാമന്റെ ശവകുടീരമാണ്. 1327 മരണപ്പെട്ട രാജാവിന്റെ ശരീരം ആദ്യം ഇവിടെ സംസ്കരിക്കപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. പിന്നീട് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയത്രേ. എങ്കിലും ആ സ്മരണ ഇന്നും അവരുടെ നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹെറിഫോർഡിന്റെ സ്വന്തം വിശുദ്ധനായി കണക്കാക്കുന്ന തോമസ് ഡി കാറ്റ്ലിപ്പിന്റെ ശവകുടീരവും ഇവിടെ പ്രധാന ആകർഷണീയമാണ്. അദ്ദേഹം 13-ാം നൂറ്റാണ്ടിലെ ബിഷപ്പായിരുന്നു. പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കല്ലറ ഒരു കാലത്ത് തീർത്ഥാടകരുടെ പ്രധാന പ്രാർത്ഥന കേന്ദ്രമായിരുന്നു.
ഈ ശവകുടീരങ്ങൾ വെറും കല്ലുകളും ശില്പങ്ങളും മാത്രമല്ല കേട്ടോ. അവ ഓരോന്നും കാലഘട്ടത്തിന്റെ കഥകളാണ്. അധികാരത്തിന്റെ, വിശ്വാസത്തിന്റെ, ആത്മത്യാഗത്തിന്റെ, മനുഷ്യരുടെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ, നിലനിൽപ്പിന്റെ, പോരാട്ടത്തിന്റെ എല്ലാം. ഹെറിഫോർഡ് കത്തീഡ്രൽ ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്നുവെന്നും മരിച്ചു ജീവിച്ചുവെന്നുമാണ് അത്രേ. ഒരു ചരിത്ര പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കുന്നത് പോലെയാണ് അത്രേ. കത്തീഡ്രലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നാം ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്നും ചുറ്റുപാടുകളിലേക്ക് നോക്കുന്നത് പോലെയാണത്രേ. ജീവിതത്തിലും മരണത്തിലും ഇടയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് പോലെയാണത്രേ. ഇതെല്ലാം ഇവിടം കണ്ട് നടന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും മടങ്ങിപ്പോയ ഓരോ യാത്രാ സ്നേഹികളും പറഞ്ഞു വെച്ച് അവരുടെ സ്വന്തം കാഴ്ചപ്പാടുകളാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.